ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടേൽസ് ബൈ ഇന്ദു ജീവൻ. ഞങ്ങളിപ്പോൾ ഉള്ള മൈസൂരിലാണ്. അതായത് ഇന്നലെ ഞങ്ങൾ വിജയപുരയിൽ നിന്നും മൈസൂർ വന്ന് സ്റ്റേ ചെയ്തു. രാത്രി ജസ്റ്റ് ഒന്ന് സിറ്റിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഗുരു സ്വീറ്റ്സിലൊക്കെ പോയി ദേവരാജ മാർക്കറ്റൊക്കെ കണ്ട് വന്ന് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ മൈസൂരിൻ്റെ ഞാൻ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. മൈസൂരിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി നാട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. മൈസൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. കർണാടക ടൂറിസത്തിൻ്റെ KSTDCയുടെ മയൂര ഹൊയ്സാല. ഞങ്ങൾ സാധാരണ വരുമ്പോഴേ ആ കാണുന്ന ഭാഗമല്ലേ, അവിടുത്തെ ഹെറിറ്റേജ് റൂംസിലാണ് താമസിക്കുന്നത്. നല്ല സ്റ്റേയും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, ഭയങ്കര രസമാട്ടോ ഇവിടെ മൈസൂർ. ഇവിടെ നമുക്ക് മൈസൂർ പാലസിലേക്കും ദേവരാജ മാർക്കറ്റിലേക്കൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സിറ്റിയുടെ നടുവിൽ തന്നെയുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് GTRൽ വന്നിട്ടുണ്ട് കേട്ടോ. മൈസൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് GTR. അങ്ങനെ GTR സ്പെഷ്യൽ ദോശയും ഇഡ്ഡലിയും ടിപ്പ് ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നമ്മളത് മൂന്നാമത്തെ തവണ എങ്ങാണ്ടല്ല ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് തന്നെ മൈസൂർ വരുന്നതിൻ്റെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യത്തിൽ ഒന്നാണ് അല്ലേ അത്, GTRൽ വരിക എന്നുള്ളത്. അവിടുത്തെ കേസരി അടിപൊളിയാണ്, പൈനാപ്പിൾ കേസരി. ഇവിടെ വന്ന് കേസരി ബാത്ത് എന്നാണ് കേട്ടോ പറയണേ, കേസരി ബാത്ത്. നമ്മൾ ബാംഗ്ലൂർ ഒഴിവാക്കി ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും കൂടി ഈ ദോശ കഴിക്കുന്നത്. 2 ദോശ സ്പോട്ട് ഉണ്ട് കേട്ടോ, GTRും പിന്നെ മൈലാരിയും ഉണ്ട്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടിടത്തും രാവിലെ തന്നെയാണ് നല്ല ദോശ കിട്ടുന്നത്. ഇന്നലെ ഇവിടെ എത്തി. പിന്നെ ഈ കഴിച്ചത് ഇതുവരെയുള്ള മൈസൂരിലെ കാഴ്ചകൾ ഞാൻ വിശദമായിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്. മൈസൂർ സീരീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൈസൂർ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എവിടെ സ്റ്റേ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ടല്ലേ പിന്നെ വീണ്ടും എടുത്ത് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി അത്ര കുറച്ചേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ മൈസൂരിൽ നിന്ന് സത്യമംഗലം വഴിയല്ലേ പോണേ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആദ്യത്തെ ടോൾ അല്ലേ. ഇവിടെയുണ്ട് ചാമരാജനഗർ വഴി കാട്ടിനുള്ളിലൂടെ നേരെ പോയിട്ട് എവിടെ എത്തും, ഡിണ്ടിഗൽ അല്ലേ. വേണ്ട, കരിമ്പ് കയറ്റിയ ട്രാക്ടറാണോ ലോറിയാ വേറൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ഈ ടോളിൽ പോയിട്ട് പൈസയും വെച്ച് തർക്കം വഴക്ക് എനിക്കെന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ ഒരിടത്തും പോകുന്നില്ലല്ലോ. ഞാൻ കാർ മേടിച്ച് ഷെഡിനകത്ത് ഇട്ടേക്കുന്നതില് ഫാസ്ടാഗ് എന്തിനാണ്, അത് ചാർജ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് വിചാരം. പക്ഷെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ, ദൂരേക്കൊക്കെ ഇതുപോലെ ഒത്തിരി ദൂരം ഓടി പോകാനൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ബ്ലോക്കായി അവനുമായിട്ട് തർക്കം ബുദ്ധിമുട്ടാണ്. പഠിക്കൂലല്ലോ, അനുഭവം കിട്ടിയാൽ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് താണ്ഡവപുരത്തൂടെയാണ് കേട്ടോ. താണ്ഡവപുര നെയിം ബോർഡൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ അവിടെയൊക്കെ ഗ്രീൻ കളറിൽ എഴുതി വെച്ചേക്കുന്നില്ല, അതൊക്കെ ഇവിടെ കന്നഡയല്ലേ, ഇംഗ്ലീഷിൽ. പിന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചിലപ്പോഴൊക്കെ ആ ഒരു സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവുമെങ്കിൽ നമുക്ക് വായിക്കാം. നമ്മുടെ മുന്നിൽ കണ്ടോ ഒരു കരിമ്പ് ലോഡ് പോകുന്നുണ്ടോ, വലിയൊരു ലോറി നിറയെ കരിമ്പ്. വരുന്ന വഴിക്ക് കണ്ടില്ലേ നമ്മളൊരു ഫാക്ടറി, എന്തോ ഏരിയയിലല്ലേ ട്രാക്ടർ. അത് പെട്ടെന്ന് മനസ്സിലായില്ല ആദ്യം കണ്ടിട്ട്. ഫുൾ ഒരുപാട് ട്രാക്ടറും ലോറിയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ ചെറുതാ, ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ സീസണാണ്. ഒത്തിരി കണ്ടില്ലേ നമ്മൾ ഇന്നലെ. ദക്ഷിണകാശി, നഞ്ചൻഗുഡ്, കോഴിക്കോട്, ചാമരാജ് നഗർ ഇങ്ങോട്ടല്ലേ, അപ്പൊ ഊട്ടി കോഴിക്കോടൊക്കെ ഈ ഭാഗത്താട്ടോ. ഇങ്ങോട്ട് ഈ റോഡ് വഴി പോണം നമ്മള്. ചാമരാജ് നഗർ
പോയിക്കൊണ്ടിരിക്കുന്നത് ചാമരാജ നഗറിലേക്കാണ് അല്ലേ? ചാമരാജ നഗർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവിടെ നിന്ന് സത്യമംഗലത്തൂടെ പോവുള്ളൂ. ചുറ്റും കൃഷിയാട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാർഷിക ഗ്രാമങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കരിമ്പും വാഴയും തെങ്ങും എല്ലാം ഉണ്ട്. ചാമരാജ നഗറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. അതായത് ഈ നമ്മുടെ ആ സിനിമയിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിലൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ടല്ലോ. നിറയെ പശുക്കളും ചോളപ്പാടങ്ങളും സൂര്യകാന്തിയും. അല്ല, അത് കുണ്ടൽപേട്ട. പക്ഷെ അതുപോലെ തന്നെ ഭംഗിയുള്ള കാർഷിക ഗ്രാമമാണ് ചാമരാജ നഗർ. പശുക്കളാ കൂടുതൽ. പശുക്കളും ഈ കാലിമേച്ചൊക്കെ നടക്കില്ലേ ഒരുപാട് പേര്, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മള് ഇന്ന് ഗ്രാമത്തിനുള്ളിലോട്ടൊന്നും പോകുന്നില്ലല്ലോ, അതുവഴി ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒരുപാട് ബേക്കറി ഉണ്ടല്ലേ ഈ ഭാഗത്ത്. സ്വീറ്റ് ഷോപ്സ് ബേക്കറിയുടെ ഒക്കെ ബഹളമാണ്. കേൾക്കണ്ട. ചാമരാജനഗർ ബസ് സ്റ്റാൻഡ് കേട്ടോ. ബസ് ഇപ്പൊ വലിയ തണലല്ലേ കിടക്കുന്നേ. അതിങ്ങനെ റൗണ്ട് ചെയ്താ വരുന്ന കേട്ടോ. അവരുടെ ടേൺ അനുസരിച്ച്. തിരക്ക് തിരക്ക് തിരക്ക്. അപ്പൊ നമ്മള് ചാമരാജനഗറിനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉടനെ തന്നെ ആ ഒരു സത്യമംഗലം ഭാഗത്ത് എത്തുമായിരിക്കും അല്ലേ? 10 എത്ര? 60 കിലോമീറ്റർ പോണോ? അത് ടൗൺ താഴെയല്ലേ? ഫോറസ്റ്റ് ഏരിയയിലെത്താൻ അത്രയും വേണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചാമരാജനഗർ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, സിറ്റി എൻട്രൻസ് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നപ്പോഴും നമ്മൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മഞ്ഞൾ തോട്ടം. ഇവിടെ ഒരുപാട് ഭാഗത്ത് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ? കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മഞ്ഞൾ തോട്ടം. ഇത് കണ്ടോ, ഇതിൻ്റെ ചോട്ടിൽ കണ്ടോ, ഡ്രിപ്പ് ഇറിഗേഷനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പോൾ എല്ലാ ചോട്ടിലേക്കും വെള്ളം എത്തുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, അങ്ങ് ദൂരെ വരെ ഉണ്ടേ. ഹലോ, ഇതേത് മുസംബിയാ? മഹാരാഷ്ട്ര. അതെ, ആ തോട്ടം കണ്ടില്ലേ, അവിടെ നിന്ന് എടുത്ത മുസംബി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമാണ്. എങ്ങനെയുണ്ട് ജീവൻ സുമാറിന്റെ ഷർട്ട് ചേരുന്നുണ്ട് സ്കൈയുമായിട്ട് കേട്ടോ. സ്കൈയുടെ കളറുമായിട്ട്. കല്ലുവിന് ചെറിയൊരു ജലദോഷമൊക്കെ പിടിച്ച് കല്ലു ഇങ്ങനെ ചെറിയൊരു വയ്യായികയിൽ നിൽക്കുന്നു. കുഴപ്പമില്ല, മാറും കേട്ടോ. വെള്ളം കൊണ്ടുവരുന്നതിൻ്റെ സംവിധാനങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്നതൊക്കെ. ഈ ഒരു പൈപ്പ് കണ്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചുറ്റും പോകുന്നുണ്ട്. അത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാട്ടോ ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ മഞ്ഞൾ തോട്ടം കണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. തൊട്ടടുത്ത് എന്താ ഉള്ളതെന്ന് കണ്ടോ? ഇത് കണ്ടില്ലേ, ക്യാബേജ് കേട്ടോ, ക്യാബേജ്. ഭംഗിയുള്ള ക്യാബേജ് തോട്ടം. ആയിട്ടില്ല കേട്ടോ, ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് മഞ്ഞൾ, അവിടെ നമ്മൾ ഇറങ്ങിയേ. അപ്പോൾ മഞ്ഞൾ പാടവും ക്യാബേജ് പാടവും ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും കറക്കിടാൻ പോണം ഇല്ലേ? ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഈ ചാമരാജനഗർ. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ കൃഷിയാണ് ഓരോ. ചാമരാജനഗറിലെ കൃഷി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ കാട്ടിനുള്ളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമംഗലം കാടുകൾ അല്ലേ? അയ്യോ, പതുക്കെ. വീതി കുറഞ്ഞ റോഡാണേ, അതുകൊണ്ട് ഈ വളവും തിരിവും ഒക്കെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ടാവാം, നമുക്ക് തൊട്ടടുത്ത് എത്തുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക. റോഡ് നന്നാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ മോശമായിരുന്നു. ഇപ്പം നല്ല റോഡാട്ടോ, നല്ല എന്താ പറയുക, നല്ല സ്മൂത്ത് റോഡുകളായിട്ട്. കല്ലുകൊണ്ടോ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് നോക്കിയിരിക്കുകയാണ് മൃഗങ്ങളെ കാണാൻ. ആനിമൽ സൈറ്റിങ്സ് കിട്ടുമോന്ന് ഇങ്ങനെ എന്താ പറയുക, വെയിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ കല്ലു? നീ വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ? എല്ലിക്കാടുകൾ നിറയുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. ആനകളുടെ ഇഷ്ട ഭക്ഷണമല്ലേ.
ബോർഡറൊക്കെ പാസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ? തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കാട്ടിലേക്ക്. എന്തൊക്കെ ഒച്ചയാ നോക്ക് കേൾക്കുന്നത്, എന്തൊക്കെയോ കിളികളുടെയും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മഞ്ഞക്കൊന്നയാട്ടോ നിറയെ പൂത്ത് കിടക്കുന്നത്. കലമാൻ അല്ലേ? ഒരാളെ ഉള്ളൂ? അപ്പതേ നമ്മള് അസനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ ടൗൺ ആണേ അസനൂർ. ഇവിടെയാണ് അത്യാവശ്യം കടകളൊക്കെ ഉണ്ടല്ലേ. കുടിക്കാൻ ഇച്ചിരി വെള്ളം മേടിക്കണമെങ്കിലോ ഭക്ഷണം കഴിക്കണമെങ്കിലോ ഒക്കെയുള്ള സൗകര്യമാണ് ഈ ഭാഗത്ത്. നമ്മളങ്ങനെ എന്തിനെ കണ്ടു പറ്റും? മാനിനെ കണ്ടു കേട്ടോ. നല്ല എന്താ പറയാ, കൊമ്പുള്ള മാനല്ലേ. നമുക്കിങ്ങനെ പുറകെയൊക്കെ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മുഴുവൻ ഇലക്ട്രിക് ഫെൻസ് ആട്ടോ. ആനയുടെയൊക്കെ ഭയങ്കരമായി പ്രസൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അതേ കണ്ടില്ലേ? അപ്പൊ അവിടെ ചെക്കിങ് നടക്കുകയാണ് കേട്ടോ. ലിക്കറോ എന്തെങ്കിലും കൊണ്ട് പോകുന്നുണ്ടോ? അത് ഒരു പുറട്ടില് വണ്ടിയിൽ പൊക്കിയല്ലേ. ഞങ്ങളുടെ മുന്നിലത്തെ കാറിൽ നിന്ന് ഒരു കുപ്പി പൊക്കി അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തി ചോദിച്ചു എങ്ങോട്ടാ എവിടെന്നാന്നൊക്കെ ചോദിച്ചു. ലിക്കറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതാ പൊക്കോളൊന്നും തോന്നില്ലേ. അതേ കണ്ടോ, കുറെ മാൻ നിൽക്കുന്നുണ്ടോ. അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്ത് മാനിനെയൊക്കെ കണ്ട് നമ്മളിപ്പോ ദിമ്പം ഘട്ടിലെത്തിയിട്ടുണ്ടല്ലേ. ദിമ്പം ചുരം. ഇനി ഈ ചുരം ഇങ്ങനെ ഇറങ്ങി 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 വേണം നമ്മൾ താഴെ ബെന്നാരിയിലെത്താൻ. വളരെ ദൂരേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ ആ ദൂരെ. ഈ ദിമ്പം ഘട്ടിൽ 27 ഹെയർ പിന്നാണ് ഉള്ളത് കേട്ടോ. അതിൽ 27ാമത്തെ ഹെയർ പിന്നിലാണ് നമ്മളുള്ളത്. ഇനി 26 ഹെയർ പിൻ ഉണ്ട് നമുക്ക് താഴേക്ക് എത്താൻ. 15ാമത്തെ കേട്ടോ. 27ല് 15ാമത്തെ ഹെയർ പിൻ. ഇറങ്ങുമ്പോൾ ദിമ്പം ഘാട്ട് തീരും. നമ്മൾ നേരെ ബെന്നാരിയിലെത്തും. ചുരം ഏകദേശം കഴിഞ്ഞല്ലേ. ഇനി ഒരു വളവും കൂടെ ഉള്ളൂ. സത്യമംഗലം ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഇത് സത്യമംഗലം ടൈഗർ റിസർവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേ നമ്മൾ ബെന്നാരി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, സത്യമംഗലം ടൈഗർ റിസർവ്. കാണുന്നതാണ് ബെന്നാരി ക്ഷേത്രം കേട്ടോ. ബെന്നാരി ക്ഷേത്രത്തിന്റെ ഒക്കെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ മൈസൂർ സീരീസിലെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും ഉണ്ട്. അവിടെ എന്തോ റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്നു തോന്നുന്നല്ലേ ഈ പന്തൽ ഇങ്ങോട്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. എന്തേ നോക്കി, വണ്ടികളൊക്കെ ഇവിടെ അമ്പലത്തിൽ വന്നവരുടെ വണ്ടികളായി കിടക്കുന്നത്. ബേബി എലിഫന്റ്. നമ്മളന്ന് വന്നപ്പോ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീഡിയോ കണ്ടു നോക്കും കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കാടിന്റെ ഭാഗത്തൂടെ തന്നെയാ പോകുന്നത്. ഇതേ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു വനത്തിൽ കൂടെ തന്നെ എപ്പോഴും യാത്ര ചെയ്യുന്നത്. കോർ സോൺ കഴിഞ്ഞു. അത് പറയാൻ പറ്റില്ല. നമുക്ക് എവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾ മാനുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ. അപ്പൊ അതെ, നമ്മൾ ബെന്നാരിയിൽ നിന്നും ഡിണ്ടിഗലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിന്റെ ഒരു സൈഡ് കണ്ടില്ലേ, ആ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വനമാണ്. മറുവശത്ത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ഈ ഫെൻസ് ഇട്ടിട്ടുണ്ട് നല്ലോണം. എലിഫന്റിന്റെയും അല്ലാതെ മറ്റു മൃഗങ്ങളുടെയും. ഷുഗർ ഫാക്ടറി ആണോ? ആയിരിക്കാം. ഇത് ഫാക്ടറികളൊക്കെ ഉണ്ട്. അങ്ങനെ മുഴുവൻ ഫെൻസ് ഇട്ടേക്കാണ് കേട്ടോ ഇവിടെ. ശർക്കരയോ കരിപ്പെട്ടിയാ അല്ല ഏതാണ്ടിരിക്കുന്നു. എത്രയാണോ? അപ്പൊ അത് ഈ കരിപ്പെട്ടി കണ്ടിട്ട് മേടിച്ചാലോ എന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ. ആണോ?
അപ്പോഴത്തെ ബെന്നാരിയൊക്കെ കഴിഞ്ഞ് മുന്നിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്കും പൊന്നുവിനൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പെട്രോൾ പമ്പ് കണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ ടോയ്ലറ്റിൽ പോകാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. നമുക്ക് വേണമെങ്കിൽ കരിമ്പ് ജ്യൂസ് വരുന്ന കുടിക്കാം. പിന്നെ ഇതൊന്നുമല്ലാതെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടോ. ക്ഷേത്രം എന്ന് വെച്ചാൽ വലിയ ക്ഷേത്രമല്ല, കുഞ്ഞു ക്ഷേത്രം. പക്ഷേ അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ പ്രതിമകളുണ്ട് കേട്ടോ. വിഗ്രഹങ്ങളോ പ്രതിമകളോ എന്നൊക്കെ പറയാം. നമുക്കൊന്ന് പോയിട്ട് നോക്കാം അതെന്താന്ന്. ഭയങ്കര കളർഫുള്ളാണ്. പൊന്നിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് കരിമ്പ് ഇഷ്ടമല്ല, കരിമ്പ് ജ്യൂസ് വേണ്ടെന്നൊക്കെ. ഇപ്പം എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിയപ്പോൾ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പിന്നെ കുടിച്ചോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഇത് കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള വലിയ വലിയ പ്രതിമകളുണ്ട് കേട്ടോ. അത് കണ്ടോ, അവിടെ ആ പ്രതിമകളുടെ ഇടയിൽ ഒരു പോലീസുകാരൻ്റെ ഒരു യൂണിഫോം ഇട്ടിട്ട് ഒരാളിൻ്റെയും പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതേ, ഈ ഫംഗ്ഷൻ സമയത്തൊക്കെ പോലീസുകാരും വരുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു പ്രതിമ വെച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. അതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുന്നത്തൂർ കേട്ടോ. ഇവിടുന്ന് തിരുപ്പൂരേക്കൊക്കെ റോഡ് ഡീവേറ്റ് ചെയ്ത് പോകാം അല്ലേ. ഊട്ടിയിലേക്കൊക്കെ പോകുന്നവരേക്കും മേട്ടുപ്പാളയം. തിരുപ്പൂർ 20 കിലോമീറ്റർ മറ്റു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എത്തും. നമ്മളിപ്പോൾ കാങ്കയാവാറായി അല്ലേ. അങ്ങോട്ടേക്കല്ലേ പോകണേ. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടല്ലേ, പാർക്കിംഗ് ഒക്കെ ഉള്ള. ഏതായാലും പോയി നോക്കാം. ഹോട്ടൽ സൂര്യ ഭവൻ പ്യൂർ വെജ്. ഇവിടെ നല്ല പാർക്കിംഗ് സ്ഥലം ഉണ്ടല്ലോ. അതെ, പൊരിയലുണ്ടായിരുന്നു. 2 ടൈപ്പിലെ പൊരിയൽ, പിന്നെ ഒരു പുളിക്കറി. എന്താ അങ്ങനെയല്ലേ പറയാം, പുളിച്ചാറെന്നാ പറഞ്ഞത്. അത് സാമ്പാർ നല്ലതായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. എല്ലാവരും നല്ലോണം കഴിച്ചു. പൊന്നിന് ഇഷ്ടപ്പെട്ടല്ലേ? പൊന്നു വെജിറ്റേറിയൻ ആയാലോ നിന്നാലും ആലോചിക്കുകയാണ് ഇനി. അവളെല്ലാം കഴിച്ചു. ഒരു ഗാർലിക് പിക്കിൾ ഉണ്ടായിരുന്നു. അപ്പത്തെ റെസ്റ്റോറൻറ്റില് ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ സ്വീറ്റ് പാൻ വെച്ചേക്കുന്നുണ്ട്. ഇതേ കണ്ടോ, കാണിച്ച പൊന്നു. അങ്ങനെ അത് 2 എണ്ണം മേടിച്ചിട്ടുണ്ടേ. പൊന്നുവിനായിരുന്നു നിർബന്ധം ഒന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ച് പൊന്നുവിനും പൊന്നുവിൻ്റെ അച്ഛനുമായിട്ട് മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എന്താ ഫില്ലിംഗ് ഉള്ളേ? എന്തായാലും കഴിച്ചിട്ട് മനസ്സിലാവണില്ല. കഴിച്ചിട്ട് പ്രത്യേകിച്ച് മനസ്സിലാവണില്ല. തലകറങ്ങുന്ന സാധനങ്ങൾ ആ വിധമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചു, കുഴപ്പമില്ലല്ലോ ഇത് കഴിച്ചാൽ വണ്ടി ഓടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു. സ്വീറ്റ് പീഡ, ഓക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ല മക്കളെ, ആദ്യം കഴിക്കുമ്പോഴേ നമ്മള് പെപ്സി കുടിക്കുമ്പോ ഒരു ഗ്യാസ് ഒക്കെ പോകുമ്പോലെ അതേപോലെ ടേസ്റ്റ്. പിന്നെ ഇലയുടെ ചവയ്ക്കുമ്പോ ഇലയുടെ ഒരു ഇത്, പിന്നെ മധുരം മുഴുവൻ ഒരുമിച്ച് വായിലിടണം. ഒറ്റ അടിക്ക് വായിലിട്ടിട്ട് ആദ്യം ഒരു ചെറിയ പെപ്സി കുടിച്ച് വായിക്ക് മൂക്കിനകത്തോട്ട് പുക വരും പോലെയൊക്കെ തോന്നൂലേ, അത്രേ ഉള്ളൂ. മൊത്തം ഒരുമിച്ച് വായിക്കാതെ തരണേ. നമ്മുടെ ഈ റോജാപ്പാക്കൊക്കെ ഇല്ലേ പഴയ, അതിന്റെ ഒക്കെ ഒരു ഒരുമിച്ച് വായിക്കാൻ തരും മൊത്തം. കുഴപ്പമൊന്നുമില്ല.
5:15 നമ്മൾ മധുരയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് തിരുനെൽവേലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഹൈവേയിലൂടെ തന്നെ. ചായ കുടിക്കാറായോ? ഒരു ചായ കുടിക്കാനുള്ള ഒരു കുഞ്ഞി ചായക്കടകൾ നോക്കി ഇങ്ങനെ പോവാണ്. മഴക്കോള് ചെറിയ കാർമേഘം ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ കാർമേഘം കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകെ എങ്ങനെയാണെന്ന് അറിയില്ല. ലൈറ്റ് പെട്ടെന്ന് പോയി അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് ഡിമ്മായി. ഇത് കാർമേഘമല്ലേ കിടക്കുന്നത്, ചെറിയ രീതിയിലുണ്ട്. സാധാരണഗതിയിൽ മധുര വഴി പോകുമ്പോൾ ചെറിയ മഴച്ചാറ്റലോ മഴയൊക്കെ കിട്ടാൻ കൂട്ടമാണല്ലേ മിക്കവാറും. നമ്മൾ ദൂരെ കാണുന്നതാണ് കേട്ടോ തിരുപ്പറംകുൻട്രം അമ്പലം ഉള്ളത് അവിടെയാണ്, ആ പാറയുടെ താഴെ. നമ്മളിപ്പോൾ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ദൂരെ ഇങ്ങനെ കാണാൻ പറ്റും. തിരുനെൽവേലി എത്തിയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ ഈ തമിഴാച്ചി റെസ്റ്റോറൻറ്റിൽ കയറി ദോശയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്തു. ഇനി വീട്ടിലേക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട്. ഞാനേതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചിത്രദുർഗയും വിജയപുരയും പിന്നെന്താ അജന്ത എല്ലോറ കാഴ്ചകളും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു യാത്രാ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.